കിട്ടുമെന്നൊക്കെ പറയുന്നല്ലേ ഉള്ളൂ, കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ ചിന്തിച്ച എന്താണെന്നറിയാമോ, പ്രോഡക്റ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഇതിനകത്തൂടെ വരുമാനം എടുക്കാം, എനിക്ക് വരുമാനം എടുത്ത് മറ്റുള്ളവരെ എങ്ങനെ കാണിക്കാം, ഇതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. തുടക്കത്തിൽ ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ബാധ്യതകളായിട്ട് വന്നൊരു മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം എല്ലാവരിലേക്കും അറിയിക്കുക, എല്ലാവരിലേക്കും അറിയിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പറ്റുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിക്കാമല്ലോ, പെട്ടെന്ന് വരുമാനം കിട്ടത്തില്ലേ. അതായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. ഞാൻ എന്താ ചെയ്തത്, എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത്, ബന്ധുക്കളുടെ അടുത്ത്, പരിചയക്കാരുടെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞു, എടേ നല്ലൊരു സംഭവം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, പക്ഷെ എൻ്റെ അറിവ് വെച്ച് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുമോ, എടുക്കത്തില്ല. പിന്നെ കണ്ടാൽ മിണ്ടുവോ, മിണ്ടത്തില്ല. നെഗറ്റീവ് മാത്രം. ഞാൻ ചിന്തിച്ച എന്താ, ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പേരുണ്ട് എനിക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ, ഇവരെല്ലാം വരും സെറ്റ്, പറയുന്നതിനകം നമുക്ക് എന്ത് ചെയ്യാം, വരുമാനം എടുക്കാം. ഇതായിരുന്നു എൻ്റെ ചിന്താഗതി. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നടന്നത്. ഞാൻ പറഞ്ഞവരാരും വന്നില്ല. ഇതിനകത്തിരിക്കുന്ന പലരുടെ എക്സ്പീരിയൻസ് ഇത് തന്നെ ആയിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് നമ്മൾ എഴുതുന്ന ലിസ്റ്റിനകത്തൊക്കെ ഫസ്റ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരും വരത്തില്ല. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ഓ ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. ഇത് തന്നെയായിരുന്നു എൻ്റെയും ചിന്താഗതി. ഞാനും വിചാരിച്ചെന്താ, ഇതെന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ഓടി നടന്നുള്ള കച്ചവടം, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ചെയ്യുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ ഓൾറെഡി ചെയ്തു വന്ന ബിസിനസ്സുകൾ, ഇതൊക്കെ എനിക്ക് പറ്റൂ, അല്ലാതെ ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല, എന്നെ പോലുള്ളവർക്ക് ഒട്ടുമേ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ താത്ത് വെച്ചൊരു ബിസിനസ്സാണ്, താത്ത് വെക്കാൻ പോയൊരു ബിസിനസ്സാണ്, താത്ത് വെച്ചില്ല, താത്ത വെക്കാൻ പോയൊരു ബിസിനസ്സാണ്. ആ സമയത്താണ് എനിക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടുന്നത്. എന്നെ ലീഡേഴ്സ് നിർബന്ധിച്ചിട്ട് തന്നെ കേട്ടോ ട്രെയിനിങ് ഒക്കെ വന്നൊന്ന് അറ്റൻഡ് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞു, എന്ത് പഠിക്കാൻ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തില്ലേ, അതുപോരെ, ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ, അത് മതി, അല്ലാതെ ഇനി എൻ്റെ അടുത്ത് നീ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ ഇവരുടെ നിർബന്ധം കാരണവും പിന്നെയും ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് നോക്കാം അല്ലേ, എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ട്, നമുക്ക് മാത്രം എന്തുകൊണ്ടാണ് കിട്ടാത്ത, അപ്പോഴിതിനകത്ത് എന്തോ ഒരു ട്രിക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പ്രോഗ്രാം സെൻറ്ററുകളിൽ പോയി കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, നേരിട്ട് വരുമാനം എടുക്കുന്നവരെ കണ്ടു, തൊഴിലുറപ്പിനൊക്കെ പോകുന്ന വീട്ടമ്മമാരെടുക്കുന്ന വരുമാനമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. ഞാൻ അന്നത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ചിലപ്പോൾ 2000 രൂപ 3000 രൂപയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ, ആ സമയത്ത് 5000 10,000 ഒക്കെ വരുമാനം എടുക്കുന്നവരെ കണ്ടപ്പോൾ ഇവരൊക്കെ ഇത് എങ്ങനെ ചെയ്യുന്നു, എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇവർക്കിനി പ്ലാൻ എങ്ങാണോ മാറ്റിയാണോ കൊടുത്തേ, അതോ ഞാൻ ചെയ്യുന്നത് വേറെയാണോ, ഇങ്ങനെയൊക്കെ പല ഡൗട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ അവരെ ഒക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, മേഡം ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് കുറച്ചേ ആയുള്ളൂ, പക്ഷേ എനിക്കിത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എന്താ കാര്യമെന്നറിയാൻ വയ്യ എന്ന് സംസാരിച്ചപ്പോഴാണ് ആ ലീഡേഴ്സ് പറഞ്ഞു തന്നെ എന്തൊക്കെയാണ് മേഡം ചെയ്തതെന്ന് ചോദിച്ചപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും വിടാതെ കേട്ടോ. പലരും നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പേടിയാണത് പറയാം, തെറ്റിപ്പോവോ, തെറ്റാവും. പക്ഷെ എനിക്ക് പറ്റിയിട്ടുള്ള കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു, എന്നാലല്ലേ എനിക്ക് തിരുത്താൻ പറ്റൂ. ആ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പം അവിടുന്ന് കിട്ടിയ ഓരോ അറിവുണ്ടല്ലോ, നമ്മളായിട്ട് ഷെയർ ചെയ്യരുത്. ആദ്യമേ ലീഡർമാർ പറയും, നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ലിസ്റ്റ് എഴുതണം, മിണ്ടരുത്. അപ്പോഴെൻ്റെ ധാരണ എന്താ, മിണ്ടാതിരുന്ന എങ്ങനെ ബിസിനസ് നടക്കുന്നത്, മിണ്ടിയാലല്ലേ ബിസിനസ് നടക്കത്തുള്ളൂ, ഇത് ഞാൻ ആരുടെങ്കിലും പറഞ്ഞാലല്ലേ കച്ചവടം കിട്ടുകയുള്ളൂ. ഇതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഒരാളുടെ അടുത്ത് പറയരുത് എന്നായിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നേ, നമ്മളിതിനെക്കുറിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം, എടാ ഇയാൾ വീട്ടിലുണ്ടോ, ഞാൻ ദാ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട് ഒരു കാര്യം സംസാരിക്കാനാ, അല്ലെങ്കിൽ ജസ്റ്റ് അവരെ സൂമിലോട്ട് കൊണ്ടുവന്നിട്ട്, എടാ ഇയാൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ കേട്ടു കേട്ടോ, ഞാനും അതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചു നിൽക്കുവാണ്, പക്ഷേ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ഇയാളൊന്ന് കേട്ട് നോക്ക്, ചിലപ്പോൾ ഇയാൾക്ക് ഉപകരിച്ചേക്കാം എന്നുള്ള രീതിയിലൊക്കെ ഓരോ നമ്മുടെ സുഹൃത്തുക്കളടുത്ത് ബന്ധുക്കളടുത്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ട്രിക്ക് ഉണ്ടല്ലോ. ഇത് ഫിജി കാർട്ടാണ്, ബോച്ചയുടെയാണ്, പ്രോഡക്റ്റാണ്, ഇങ്ങനെ ഒന്നും പറയണ്ട. ചെറിയ രീതിയിൽ അവരെ നമുക്കൊന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒപ്പിക്കുക എന്ന് പറയത്തില്ല, ആ ഒരു സാഹചര്യം നമ്മുടെ ട്രിക്കാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അവിടെ ചെന്ന് നമുക്കിതൊന്ന് കണ്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ സൂം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് അവരെ ഒന്ന് എത്തിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നീട് ഞാൻ എന്താ ചെയ്തത്, പതുക്കെ പതുക്കെ ഇതിനെ എൻ്റെ ലീഡേഴ്സിലേക്ക് എത്തിച്ചപ്പോൾ പതുക്കെ പതുക്കെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അറിവ്, അവർ ഈ വന്ന വഴികൾ, അവരിതിൻ്റെ കമ്പനിയുടെ പ്ലാൻ ഒക്കെ പറഞ്ഞ് പല ലീഡേഴ്സിൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ, പല കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തത് ഇന്നലെ വരെ ചെയ്തത് തെറ്റായിരുന്നു. പിന്നെ പതുക്കെ ഇതിൻ്റെ ലൈനിലേക്ക് കയറി. ഈ ലൈനിലേക്ക് കയറിയ സമയത്ത് പതുക്കെ 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 മൂവായി തുടങ്ങി. ചെറിയ വരുമാനങ്ങളൊക്കെ വന്നു തുടങ്ങി. വലിയ വരുമാനങ്ങളല്ല കേട്ടോ. ഇന്ന് ജോയിൻ ചെയ്ത പിറ്റേ ദിവസം തന്നെ 2000 3000 5000 10,000 ഒക്കെ വരുമാനം കിട്ടുന്ന ഒരുപാട് പേരെ ഞാൻ ഇന്ന് കാണുന്നുണ്ട്.
ഇന്നത്തെ അത്രയും ഗ്രോത്ത് അന്നില്ല. ഇന്നത്തെ അത്രയും കാര്യങ്ങളൊന്നും സാഹചര്യങ്ങളൊന്നും അന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ ഒരു 500 രൂപ വന്ന് പോട്ടെ, ഒരു 100 രൂപ വന്നാൽ പോലും ഭയങ്കര സന്തോഷമാണ്. അന്ന് എനിക്ക് ആ സമയത്ത് വന്നത് 25 SVയുടെ 400 സംതിങ് രൂപയാണ് അന്ന് എനിക്ക് വരുമാനമായിട്ട് വരുന്നത്. അന്ന് നമുക്ക് റിവാർഡിനൊക്കെ മാറ്റിയിടുന്ന, അതായത് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റിയിടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴതിനും മാറ്റിയിട്ടിട്ടാണ് ബാലൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴും ആ പൈസ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പരമില്ലാത്ത സന്തോഷം. ഇത്രയും കാലം ഞാനെടുത്ത വരുമാനമോ അല്ലെങ്കിൽ എനിക്ക് വലിയ ലക്ഷങ്ങളോ കോടികളോ ഒന്നും ആയിരുന്നില്ല എൻ്റെ ഒരു ഇതിൽ എനിക്ക് വരുമാനം കിട്ടില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു വരുമാനം. എനിക്കിതിൽ കിട്ടുമെന്ന് പറയാൻ എനിക്കൊരു വിശ്വാസം തോന്നിയ ഒരു നിമിഷം. ആ വരുമാനത്തിലൂടെ അതിനെയും ഒട്ടും എന്താ പറഞ്ഞ മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ടീം സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് ഒക്കെ വെച്ചു. ഇവർ പറഞ്ഞതിനനുസരിച്ച്, എൻ്റെ ലീഡേഴ്സ് പറഞ്ഞതിനനുസരിച്ച് ഒരു ഹോം മീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഹോം മീറ്റിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബന്ധുക്കളെ വിളിച്ചു. ഏകദേശം 10 പേരോളം എൻ്റെ വീട്ടിൽ വന്ന് ഈ ഒരു പ്രോഗ്രാം കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായിരുന്നു. ഇവരെല്ലാവരെയും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യിപ്പിക്കാം. പക്ഷേ ഇവരെല്ലാം എന്താ ചെയ്തതെന്ന് അറിയാമോ? നെഗറ്റീവാണ് പറഞ്ഞിട്ട് പോയത്. ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, നീ നിൻ്റെ പണി നോക്ക് രാജി, ഇതൊക്കെ വെറുതെയാണ്, ചുമ്മാതെ ആളിനെ പറ്റിക്കാൻ നടക്കുവാണ് എന്ന് പറഞ്ഞിട്ട് പോയപ്പം ഉണ്ടാവുന്നൊരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. 10-20,000 രൂപ മുടക്കി ഇതിനകത്ത് വന്ന് പ്രോഡക്റ്റ് മേടിച്ചു. ഇതിനകത്ത് പലരിടത്തും ഇത് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം, അവർ എന്താ പറയുന്നത്, നെഗറ്റീവ് മാത്രം പറയുമ്പോൾ ഇനി ആരിലേക്ക്, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം മാത്രമായിരുന്നു. കരഞ്ഞു. കോസ് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ട് പോയപ്പം ഭയങ്കരമായിട്ട് കരഞ്ഞു. വിഷമം വന്നു. ഇതെന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. പിന്നീടാണ് എനിക്ക് എൻ്റെ അപ്ലൈൻ ലീഡേഴ്സിൽ നിന്നും ട്രെയിനിങ്ങിൽ നിന്നും ഒക്കെ ഓരോ കാര്യങ്ങൾ കിട്ടിയപ്പോൾ മനസ്സിലായി, ഇവരൊന്നും അല്ലെന്നേ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോത്ത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്താൻ പറ്റും, ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യണം, ടീം വർക്കായിട്ട് ചെയ്യണം. ടീം വർക്കായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. ഒറ്റയ്ക്ക് ഇതിനകത്തൊന്നും ചെയ്യണ്ട എന്നുള്ള കാര്യം കൂടെ പിടികിട്ടിയപ്പം പതുക്കെ മുന്നോട്ട് സഞ്ചരിച്ചു തുടങ്ങി. ഓരോ സുഹൃത്തുക്കളിലേക്ക് ഇറങ്ങി, ഓരോ പരിചയക്കാരിലേക്ക് ഇറങ്ങി. അങ്ങനെ പതുക്കെ ടീം ബിൽഡ് ചെയ്തു. ഏകദേശം ഒരു 6 മാസം കൊണ്ടൊക്കെ എൻ്റെ മൈക്രോ ഫിനാൻസ് ക്ലോസ് ചെയ്യാൻ പറ്റി കേട്ടോ. ആ മൈക്രോ ഫിനാൻസ് ക്ലോസ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. എന്ന് വെച്ചാൽ കിടന്നാൽ ഉറക്കമില്ല, രാത്രി ഉറങ്ങാൻ കിടന്ന നേരം വെളുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന ദിവസങ്ങളുണ്ട് ലൈഫിൽ. അത്രത്തോളം ബാധ്യതയിൽ നിൽക്കുന്ന ഒരാൾക്ക് കടം തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ വരുമാനം എടുത്തുകൊണ്ട് കടം തീർക്കാൻ തുടങ്ങി. അതിനുശേഷം പതുക്കെ വീണ്ടും ചെയ്തു. ഒരു 2 വീലറൊക്കെ ഇതിലൂടെ എടുക്കാൻ പറ്റിയിട്ടോ. 2 വീലറൊക്കെ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എൻ്റെ ലൈഫിന്, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഒരു ഡ്രൈവിംഗ് പോലും അറിയില്ലായിരുന്നു ഇതിൽ വരുന്ന സമയത്ത്. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കണമെന്നും ഇതിൽ ഞാൻ ബസ്സിൽ കയറി ആണ് 1-to-1 പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. സൂം ആയിരുന്നില്ല, എനിക്ക് 1-to-1 ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഒരിക്കലും സൂമിലൂടെ കിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു തെറ്റായ ധാരണയാണോ അത് എൻ്റെ അനുഭവമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഫിസിക്കൽ തന്നെയായിരുന്നു. എൻ്റെ ലീഡേഴ്സിനെ പോയി കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ ബസ്സിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പല സാഹചര്യങ്ങൾക്കും മഴ നനഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്. വെയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും ഒരു കാര്യമുണ്ട്, വണ്ടിക്കൂലി ഇല്ലാത്ത സാഹചര്യമായിരുന്നു തുടക്കമൊക്കെ. ആ സമയത്തൊക്കെ നമുക്ക് വണ്ടിക്കൂലി ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? പൈസ ഇല്ലാതെ ഒരു 10 രൂപയോ 20 രൂപയോ അല്ലെങ്കിൽ ഒരു 50 രൂപ 100 രൂപ ഉണ്ടെങ്കിൽ അതിന് പല ആവശ്യങ്ങളുണ്ട്. ഇതിനൊരിക്കലും വണ്ടിക്കൂലി ഒന്നും ചിലവാക്കാനില്ല. നടരാജൻ വണ്ടിയേ ഉള്ളൂ, നടക്കുമായിരുന്നു. ഒരുപാട് മഴ നനഞ്ഞിട്ടുണ്ട്, ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട്. ഒരു 4 പേർക്ക് 2 പേർക്ക് 3 പേർക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് പോകുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരു വർക്കൊക്കെ എടുക്കാൻ പറ്റൂ, ചിലപ്പോൾ 2 വർക്കേ എടുക്കാൻ പറ്റൂ. ആ സാഹചര്യത്തിലും പിടിച്ചു നിന്നു. മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളായിരുന്നു. ഇതിൽ നിന്ന് വിജയിക്കുക, അത് മാത്രമേ ഉള്ളായിരുന്നു മുന്നിൽ. വേറെ ഒരു കഷ്ടപ്പാടും എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. ഞാൻ അങ്ങനെയാണ് ഒരു 2 വീലർ പഠിക്കണമെന്ന് ആഗ്രഹിച്ചത്. പലപ്പോഴും 2 വീലർ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താ അറിയാം, 2 വീലർ എടുത്താൽ പോരാ, അതിന് ഫിനാൻസ് അടയ്ക്കണ്ടേ. അതിൽ നിന്നെങ്ങാണം മറിഞ്ഞുകൊണ്ട് കയ്യോ കാലോ ഓടിഞ്ഞാൽ മൊത്തത്തിൽ തീർന്നില്ലേ, മൊത്ത ബാലൻസും തെറ്റും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്കുള്ളത്. പക്ഷേ പിന്നീട് മനസ്സിലായി, നമ്മൾ നടന്നു പോയാലും വരാനുള്ളത് വരുമെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് വണ്ടി എടുത്തു, പഠിച്ചു. ഇതിലൂടെ 2 വീലറൊക്കെ എടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് കേട്ടോ എൻ്റെ കൂടെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ 10 പേരിൽ 8 പേരും എന്നോട് ജോയിൻ ചെയ്തു.
പിന്നീട് ഞാൻ ചെയ്തത് എന്താണെന്നറിയാമോ? ഞാൻ കുടുംബശ്രീയിലുണ്ടായിരുന്നു. സമാജം, നമുക്ക് സമാജം എന്ന് പറഞ്ഞൊരു സംഘമുണ്ട്, ആ സംഘത്തിലുണ്ടായിരുന്നു. ആ സംഘത്തിലൊക്കെ പോയിരിക്കുമ്പം എൻ്റെ വരുമാനം, ചെറിയ വരുമാനമായിരിക്കും, പക്ഷെ ഒരു മെസ്സേജ് തന്നെ വീണ്ടും വീണ്ടും ഞാൻ കാണിക്കും. കണ്ടോ എനിക്ക് വരുന്ന വരുമാനം കണ്ടോ, നിങ്ങളെ വിളിച്ചില്ലേ, വന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, കുത്തി നോവിക്കാൻ തുടങ്ങും. അങ്ങനെ 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 പതുക്കെ പതുക്കെ എടി വരുമാനമൊക്കെ കിട്ടുമല്ലേ, അപ്പോഴും ചുമ്മാ അതൊന്നും അല്ലായിരുന്നല്ലേ, ഇതെങ്ങനെ വെച്ചേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ ചോദിക്കും. ചോദിച്ച് 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 പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, ഓരോ ചേച്ചിമാരായിട്ട് വന്ന് ജോയിൻ ചെയ്തു. എൻ്റെ ആങ്ങള, ഞാൻ ഈ 10 പേരിന് കഴിഞ്ഞ് എൻ്റെ ആങ്ങളയുടെ അടുത്താട്ടോ പറയുന്നത്. അണ്ണൻ ഇത് ആരോ പറഞ്ഞറിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിക്കുവാണ്. എന്തുണ്ടെങ്കിലും മുന്നേ പറയുന്ന എൻ്റെ ആങ്ങളയുടെ അടുത്ത് ഞാനിത് പറഞ്ഞില്ല, പേടിച്ചിട്ട് വഴക്ക് പറഞ്ഞാലോ. പക്ഷേ ആങ്ങള പോലും എന്താ പറഞ്ഞതറിയോ, മക്കളെ ഇതൊന്നും ശരിയാവത്തില്ലടി, ഇതൊക്കെ ഒരുപാട് കമ്പനികൾ വന്നു പോയിട്ടുള്ളതാ നമ്മുടെ നാട്ടിൽ, നിനക്കിതൊന്നും അറിയാൻ വയ്യഞ്ഞിട്ടാ, വിട്ടേരെ, നിനക്ക് വേറെ എന്തെല്ലാം അറിയാം അത് ചെയ്യും, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ ഞാൻ ഇതിനകത്ത് എന്തായാലും ഇറങ്ങി, ഞാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് സാധനവും കിട്ടും. പിന്നെന്താ, കിട്ടിയിട്ടില്ല കേട്ടോ, അപ്പോഴും സാധനം കിട്ടും, കിട്ടുമെന്നല്ലേ ഉള്ളൂ, കിട്ടിയിട്ടില്ലല്ലോ എന്നെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ടെണ്ണ സാധനം കിട്ടും. അത് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ബോച്ചയല്ലേ അണ്ണ, ഒന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി നമ്മുടെ ഹെഡ് ഓഫീസും ഒക്കെ നമ്മുടെ തൃശ്ശൂരല്ലേ, നമുക്ക് പോയി ചോദിക്കാം, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ, ആ നീ ചെന്ന് ചോദിക്കുക, നിനക്ക് ഇപ്പോൾ കിട്ടും എന്നായിരുന്നു മറുപടി. അപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ, എനിക്ക് അതിയായ വിഷമം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്ത് കാര്യവും മുന്നേ ഷെയർ ചെയ്യുന്ന എൻ്റെ ആങ്ങള, എന്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ ആങ്ങള നെഗറ്റീവ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വിട്ടില്ല, ഞാൻ ചെയ്തു, മുന്നോട്ട് ചെയ്തു. അപ്പോഴും ആ 8 പേര് ചേച്ചിമാരെ എനിക്ക് ഓരോരുത്തരായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. വീണ്ടും അതിനകത്ത് ബാക്കി നിൽക്കുവാണ് 2-3 പേരല്ലേ. അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഇനിയും അവരെ കൊണ്ടുവരണ്ടേ, അവരെയും കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പലയിടത്തും വർക്കിന് പോയിട്ട് നമ്മൾ പിന്നീട് നമ്മുടെ സുഹൃത്തുക്കൾ വന്നില്ലേ, നമ്മൾ പിന്നെ അങ്ങോട്ട് മുഖം പോലും തിരിക്കത്തില്ല, അവരെ മെസ്സേജ് പോലും ഇടത്തില്ല. ഞാൻ ഗുഡ് മോർണിംഗ് ഇടത്തില്ല, ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നില്ലല്ലോ, ഇനി അവളുടെ അടുത്ത് മിണ്ടത്തില്ല. ഇങ്ങനെ മുഖം തിരിച്ച് നടക്കുന്ന ലീഡർമാരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ ആവരുത് കേട്ടോ, അവരുമായിട്ട് നല്ല സഹകരണം വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ഇന്നലെ എങ്ങനെയായിരുന്നോ അതേപോലെ നമ്മൾ യാത്ര ചെയ്യണം. എന്നാൽ മാത്രമേ നാളെ അവർ നമുക്കുള്ളതാന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവണം. ആ രീതിയിൽ ബിസിനസ് ചെയ്തു. ഞാൻ മുന്നോട്ട് പോയി ഒരു 3 മാസം പോലും എടുത്തില്ല കേട്ടോ. എൻ്റെ ആങ്ങള എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു ചെയ്തത്. ഒരു ദിവസം അവരുടെ ഒരു പാർട്ടി പ്രവർത്തകനാണ്, അഞ്ചൽ മേഖല സെക്രട്ടറി ഒക്കെയാണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളി കൊല്ലത്തൊരു പ്രോഗ്രാം പോയ സമയത്ത്, അന്നാണ് നമ്മുടെ മണി ചെയിൻ കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്തു, 2010 എല്ലാം ബാൻ ചെയ്തെങ്കിൽ പോലും അറിയാണ്ടൊക്കെ ഒരുപാട് വീണ്ടും വന്നു തുടങ്ങിയ ഒരു സമയമായിരുന്നു. ആ സമയത്ത് അവരുടെ പാർട്ടി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എല്ലാ ഡയറക്ട് സെല്ലിങ്ങിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ യൂണിയനിൽ ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരുപാട് പ്ലാൻ പ്രസൻറ്റേഷൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അണ്ണൻ കേട്ടു. ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിക്കുന്നു, ഞാനൊരു വർക്ക് സമയത്ത് നിൽക്കുവാണ്. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നീ ഇപ്പോഴും ഫിജി കാർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. എൻ്റെ പ്രൂഫും കൂടെ അങ്ങ് മേടിച്ചോട്ടോ. കടയിൽ പോയി, അന്ന് പച്ചക്കറി കടയൊക്കെ ഉണ്ട് എൻ്റെ ആങ്ങളയ്ക്ക്. ആ സമയത്ത് പറഞ്ഞു എൻ്റെ പ്രൂഫ് അവിടെ പോയി വാങ്ങിച്ചോ, ഞാനും ഉണ്ട് നിൻ്റെ കൂടെ. അന്നേരം ഞാൻ ചോദിച്ചു എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം? അപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വിശദമാക്കി പറഞ്ഞു. ആ സമയത്തും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഞാൻ അന്ന് വിട്ടുപോയിരുന്നെങ്കിലോ, തുടക്കത്തിൽ കേട്ടപ്പോൾ ഞാൻ വിട്ടുപോയിരുന്നെങ്കിൽ ഇത്രയും പേരും എന്നോടൊപ്പം വരുമായിരുന്നോ, എനിക്ക് ഡെവലപ്പ് ആവാൻ പറ്റുമായിരുന്നോ? പക്ഷേ ഞാൻ തുടക്കത്തിൽ നെഗറ്റീവിനെ മാത്രം കേട്ടിട്ടും മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായപ്പോഴാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. അവിടെ നിന്നുകൊണ്ടും അത്യാവശ്യം നന്നായിട്ട് ഇവരുടെയൊക്കെ റെഫറൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. 8 പേരും പല റാങ്കുകളിലേക്ക് എത്തി, പല രീതിയിൽ വരുമാനം എത്തി. അതേ നാട്ടിൽ ഞാൻ 2 വീലർ എടുത്തപ്പോൾ തന്നെ, ഞാൻ എൻ്റെ ഒരു ലീഡേഴ്സൊക്കെ ഒരു കാർ എടുക്കാൻ പോയ സമയത്ത് എനിക്ക് കാറിൻ്റെ ABCD അറിഞ്ഞുകൂടാ, പക്ഷേ കാർ പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വീലർ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ 4 വീലറിൻ്റെ ലൈസൻസും കൂടെ എടുത്തപ്പം ഒരുപാട് കളിയാക്കലും പരിഹാസവും മാത്രമായിരുന്നു. 2 വീലർ എങ്കിലും CC അടച്ചെടുക്കണേ, അല്ലെങ്കിൽ അതെങ്കിലും ഫൈനാൻസുകാർ കൊണ്ടുപോകാതെ നോക്കണേ എന്നായിരുന്നു എന്നോട് പറഞ്ഞ മറുപടികൾ. ഞാനൊരു കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നതൊക്കെ സ്റ്റാറ്റസൊക്കെ ഇട്ടു. കാർ ബുക്കിംഗ് എന്ന് പറഞ്ഞ് എൻ്റെ ലീഡർ ഗ്രൂപ്പിലിട്ടു. ചുമ്മാതെ ഞാനൊരു ഫോട്ടോ എടുത്തതേ ഉള്ളൂ, ഞാൻ പോലും അറിഞ്ഞില്ല ബുക്ക് ചെയ്ത കാര്യം. അവർ ഗ്രൂപ്പിലിട്ടു. പിന്നെ തീർന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരും കൂടെ അല്ലേ ജോയിൻ ചെയ്തേക്കുന്നത്. പിന്നെ നാടാകെ പാട്ട്, രാജി കാർ എടുക്കാൻ പോന്നു. ഓ എന്തെല്ലാം ആയിരുന്നു. അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊരു വാശിയായി, കാർ എടുത്താൽ എന്താ കുഴപ്പം, എനിക്കെന്താ കാർ എടുത്തൂടെ, ഇതായിരുന്നു. പിന്നീട് ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഒരു 4 വീലർ എടുത്തു. 4 വീലർ എടുത്തപ്പം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ ഫിജി കാർട്ട് ഉണ്ടല്ലോ, എൻ്റെ കാറിൻ്റെ ഏറ്റവും ബാക്ക് വശത്ത് സ്റ്റിക്കർ അങ്ങ് ഒട്ടിച്ചു. ഫിജി കാർട്ട് ഇത് തന്നതാണ് എനിക്ക്, ഫിജി കാർട്ടാണ് എനിക്ക് ഇതെല്ലാം തന്നത്, ഫിജി കാർട്ടിലൂടെയാണ് എനിക്ക് നേടാൻ പറ്റിയത്. ഫിജി കാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കാറ് പിറ്റേ ദിവസം തൊട്ട്
ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, ഫീൽഡിലൂടെ ഓടാൻ തുടങ്ങി. എൻ്റെ നാട്ടിൽ റോഡ് സൈഡിൽ ഞാൻ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ തുടങ്ങി. പലരും ചോദിച്ചു തുടങ്ങി, ഇതെന്താ ഫിജി കാർട്ട്, അത് എന്തിനാ കാറിൻ്റെ പിന്നിൽ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അവിടം തൊട്ട് എനിക്ക് ആ കാറ് എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായിട്ടൊന്നും ഞാൻ എടുത്തിയല്ല, ഒരു വാശിക്കെടുത്ത. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് വാശി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ പറ്റുന്നുണ്ടല്ലോ. ഇവരെല്ലാവരും കളിയാക്കിയപ്പോൾ തൊട്ടാണ് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയത്, എനിക്കും വേണം ഒരു 4 വീലർ എന്ന്. അങ്ങനെയാണ് മുന്നോട്ട് പോയതും. എൻ്റെ 8-9 ലക്ഷം രൂപയുടെ ബാധ്യതകൾ തീർക്കാൻ പറ്റി. അത്യാവശ്യം നന്നായിട്ട് ഫിജി കാറിലൂടെ കയറി വരാൻ തുടങ്ങിയപ്പം ഒരു 4 വീലർ എടുത്തു. ആ 4 വീലർ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡയറി വെച്ചായിരുന്നു തുടക്കത്തിൽ പ്രോഗ്രാം പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. വീടുകൾ തോറും പോയി ഡയറി എടുത്ത് പിന്നെ പലപ്പോഴും നനഞ്ഞിട്ട് ഒരു പേജിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന് അതിനെയൊക്കെ ഒന്ന് നൂത്തെടുത്ത് ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ നനഞ്ഞിരിക്കുമല്ലോ, നമ്മൾ നനഞ്ഞൊക്കെ അല്ലേ പോകുന്നത്. അതായത് കുടയുണ്ട്, മഴ നനയുമെങ്കിലും പോലും നമ്മുടെ ബാഗൊക്കെ നനയും എത്ര നമ്മൾ സൂക്ഷിച്ചാലും. അപ്പോഴേ ഡയറിയൊക്കെ ഒട്ടിയിട്ടൊക്കെ ഇരിക്കും. അതൊക്കെ എടുത്ത് നൂത്തൊക്കെ പ്രോഗ്രാം പറയുന്ന സമയത്ത് പലപ്പോഴും ഡയറിയൊക്കെ ഇളവിയൊക്കെ പോയിട്ടുണ്ട്, പേജൊക്കെ നുള്ളിപ്പറക്കി വെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഡയറി അങ്ങനെ ആയിരുന്നു. ഇന്നത്തെ ഡയറി പോലല്ല, അന്നത്തെ പേജും അന്നത്തെ ഡയറികളും ഒക്കെ അങ്ങനെ ആയിരുന്നു. ആ ഒരു ഡയറിയൊക്കെ വെച്ച് പ്രോഗ്രാം പറയുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം തട്ടിയിട്ടുണ്ട്. എൻ്റെ ലീഡേഴ്സൊക്കെ ലാപ്ടോപ്പ് വെച്ചാൽ പറയുന്നത്, ഒരു ലാപ്ടോപ്പൊക്കെ എടുക്കണം, പക്ഷേ എങ്ങനെ എടുക്കും, ഇത്രയും കടങ്ങളൊക്കെ കിടക്കുമല്ലേ. പക്ഷേ 2 വീലർ എടുത്തത് കൊണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചു, എന്തായാലും ഇനി ഒരു ലാപ്ടോപ്പ് എനിക്ക് വേണം, എനിക്കെല്ലാം ഫിജി കാർട്ട് തരും, ഫിജി കാർട്ടിന് അതോടെ എനിക്ക് കടം തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ആ ലാപ്ടോപ്പ് പോയി നോക്കാൻ പോയി. 10-20,000 രൂപയുടെ ലാപ്ടോപ്പ് നോക്കാൻ പോയ ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഏകദേശം 1,18,000 രൂപയുടെ മാക്ബുക്കാണ് എടുത്തത്. അവിടെ ചെന്നപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ ചിന്താഗതി എല്ലാം മാറി. ഏകദേശം 1,20,000 രൂപയോളം മാക്ബുക്ക് പ്രോ എന്ന് പറഞ്ഞ ഒരു ലാപ്പാണ് ഞാൻ എടുത്തത്. ആ എടുത്ത സമയത്തുണ്ടല്ലോ ഒരു ചിന്താഗതി എവിടെയായിരുന്നു, ഒരു മാസം 2,000 രൂപ ഒരു മൈക്രോ ഫിനാൻസിനെങ്കിലും അടയ്ക്കാനുള്ളൊരു തുക കിട്ടുക എന്നുള്ളൊരു കൺസെപ്റ്റോട് വന്ന എൻ്റെ ചിന്താഗതി എല്ലാം മാറി, മൈൻഡ് സെറ്റ് എല്ലാം മാറി. എൻ്റെ മൈൻഡ് എല്ലാം ഞാൻ ഉടച്ചിട്ട് മുന്നോട്ടിറങ്ങാൻ ശ്രമിച്ചു. വലിയ വലിയ സ്വപ്നങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി. ആ സമയത്ത് ഓരോന്ന് വന്നു ചേർന്നതാട്ടോ. നമ്മൾ ആഗ്രഹിച്ചാൽ വന്നു ചേരുമെന്ന് നമ്മുടെ ലീഡർമാർ എപ്പോഴും പറയാറില്ലേ, തീർച്ചയായിട്ടും ആഗ്രഹിച്ചു വന്നു ചേർന്നതാണ്. ഞാൻ എൻ്റെ മാക്ബുക്ക് പ്രോ എടുത്ത് അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പം ലീഡർമാർ തന്നെ വിളിക്കാൻ തുടങ്ങി, മേഡം ഞങ്ങൾ പോലും മാക്ബുക്ക് എററാണ്, അതായത് അതിലും കുറച്ചും കൂടെ കുറഞ്ഞതാണ് എടുത്തിരിക്കുന്നത്, മേഡം എന്ത് വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പോയതാണ്, പക്ഷേ അവിടെ ചെന്നപ്പം ഞാൻ ബിസിനസ് അല്ലേ സാറേ ചെയ്യുന്നത്, അപ്പോഴും പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്, നല്ലൊരെണ്ണം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്നുകൊണ്ട് അവരിലെയും മുന്നിലൂടെ ഞെട്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് എന്നോടൊപ്പം ഞാനൊരു പ്രോഗ്രാം സെൻറ്ററിൽ ഇരിക്കുന്ന സമയത്ത്, പ്രോഗ്രാം സെൻറ്ററിൽ മാസ്റ്റർ ഓഫ് സെറിമണി ആയിട്ട് കയറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഗസ്റ്റുകൾ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ട് സെഷനിൽ ഇരിക്കുന്ന ആരാന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ 8 പേരിൽ ബാക്കി ഒരു 2 പേരുണ്ടായിരുന്നു. ആ 2 പേരായിരുന്നു ഇരുന്നത്. അതും വേറെ ആരുമല്ല, എൻ്റെ 2 ബന്ധുക്കൾ തന്നെ ആയിരുന്നു. ഒന്നെൻ്റെ അനിയൻ്റെ വൈഫും പിന്നെ വേറൊരു ബന്ധുവായിരുന്നു. ഇവർ രണ്ടും ആ ഫ്രണ്ട് നിരയിലിരുന്നത്. ഇതാണെന്ന് പോലും അറിയാണ്ടാണ് അവിടെ വന്നത്. അപ്പോൾ ഉള്ള പ്രോഗ്രാം ആണെന്ന് പോലും അറിഞ്ഞില്ല. ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നു, ഞാൻ ആദ്യം പ്രോഗ്രാം കൊടുത്തവർ. അതേസമയം അവർ അന്ന് വന്നിരുന്നെങ്കിൽ എന്നോടൊപ്പം എന്തെങ്കിലുമൊക്കെ നേടിപ്പോയേനെ. പക്ഷെ അന്ന് നെഗറ്റീവായിട്ട് മാറി നിന്നവരാണ്. അവരവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ അവർക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്. എനിക്ക് MC ചെയ്യാൻ വയ്യ, അവർക്ക് എന്നെ ഫേസ് ചെയ്യാൻ വയ്യ. അങ്ങനെ വല്ലാത്തൊരു കാര്യത്തിലൂടെ പക്ഷേ അവർക്ക് ആ പ്രോഗ്രാം നന്നായിട്ട് കേൾക്കുവാനും പലരുടെ എക്സ്പീരിയൻസ് കേൾക്കുവാനും അതിൻ്റെ ഇൻകം എടുത്തവരെ കാണുവാനും എൻ്റെ ഒരു മാറ്റം ഞാൻ ആ വേദിയിൽ നിന്ന് പറഞ്ഞ കാര്യത്തും ഒക്കെ ആ ഒരു കാര്യം കേട്ടുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ അവരവിടുന്ന് ടോക്കൺ എടുത്തിട്ടാണ് പോയത്. ടോക്കൺ തന്ന് ഞങ്ങൾ ഉടനെ പിറ്റേ ദിവസം തന്നെ അവർ ജോയിൻ ചെയ്തു കേട്ടോ. പിറ്റേ ദിവസം തന്നെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അനിയൻ്റെ വൈഫൊക്കെ കുഞ്ഞിനെയും കൊണ്ട് 2 മാസത്തോളം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഒരുപാട് നല്ല ചിലവൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷേ അവർ എന്ത് ചെയ്തുള്ളൂ, അത് കൃത്യമായിട്ട് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് അവർ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും എന്നോടൊപ്പം വന്നില്ലേ? നിങ്ങളും എത്ര പേരെടുത്ത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവും വന്നിട്ട് അല്ലേ? പക്ഷെ പലരെയും ഇന്നും നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഒരു വിരോധം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ആ തുടക്കത്തിലെടുത്ത ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ എത്ര പേർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര പേര് നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നുണ്ട്, എത്ര പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയാമോ? നമ്മളിതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ എന്താണ്, മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കും.
അവരിപ്പോഴും ഇത് ചെയ്യുന്നുണ്ടോ, അവർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ, ഇത് എന്തായി തീർന്നു. ഇതിങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പുകൾ കയറണം. ഞാൻ എന്താ പറഞ്ഞ, പെട്ടെന്നൊന്നും വന്ന് വിജയിച്ച ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. വിജയിച്ചു എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. NSTM അടിക്കണം നമ്മൾ വിജയിച്ചു എന്ന് പറയാം അല്ലേ. കൂടെ വന്നവരെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ റൈറ്റ് ഓർഗനൈസേഷനിൽ നിൽക്കുന്ന ആളുകളെ, നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്നവരെ NSTM അടിക്കുമ്പോഴാണ് ഒരാൾ ഇതിനകത്ത് വിജയിച്ചു എന്ന് നമുക്ക് പൂർത്തിയായിട്ട് പറയാൻ പറ്റുക. നമ്മളായിട്ടും കാര്യമില്ല, നമ്മുടെ കൂടെ വന്നവരെ അവിടെ ആക്കണം. അവിടെയാണ് ഒരാളുടെ വിജയം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തരും ആയിരിക്കണം. അങ്ങനെ ചിന്തിച്ച് കടന്ന് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പോഴും ഞാൻ ആദ്യം ഇതിനകത്ത് ഇറങ്ങി പരിശ്രമിച്ചത് ആകെ എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്, ഒരു മൈക്രോ ഫിനാൻസിൻ്റെ അടവിന് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നിന്ന് മുന്നോട്ട് കിട്ടിയത് എന്താണ്, ലോൺ ബാധ്യത തീർക്കാൻ പറ്റി, കടങ്ങൾ തീർക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയത് ഈ ഒരു ഫിജി കാർഡിലൂടെ തന്നെയാണ്. ഇതിന് മുന്നേ ആ ഒരു സമയത്ത് ഞാൻ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്ന് പ്രോഗ്രാം പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാത്തൂനുണ്ട്, നാത്തൂൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞാനുണ്ട്. ചെന്നിരുന്ന പ്രോഗ്രാം പറയും. അതായത് 8 പേര് നേരത്തെ പറഞ്ഞതിൽ ഒരാൾ, അയാളുടെ പ്രോഗ്രാം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു വർക്ക് കൊടുക്കുവാണ്. വർക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി കേട്ടോ വന്ന് ഇത് കേട്ടു. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് ഇത് എന്താ ഏതാന്നൊക്കെ ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴും നമ്മളിവിടെ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഞാനന്ന് SC ഒക്കെ ആവുന്നതേ ഉള്ളൂ. SC ആയി ഒരു തുടക്കം, ഞാൻ വണ്ടിയൊക്കെ എടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട്. അപ്പോൾ ഈ പ്ലാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പ്ലാനൊക്കെ തുടക്കത്തിൽ പറയുന്നത് വളരെ വിഷമിച്ച എന്ന് വെച്ചാൽ നമുക്കുള്ള കോൺഫിഡൻസ്, എൻ്റെ കോൺഫിഡൻസ് കളഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കോൺഫിഡൻസ് പോകും. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പറയുക. അറിയത്തില്ല, തെറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് ഫിജി കാർഡ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല തെറ്റുകളും എടുത്ത് കാണിക്കാൻ ആരും ഇല്ലല്ലോ നമുക്ക്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകും. ആ സാഹചര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഈ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി എന്താ ചെയ്തതെന്നറിയോ, ഇതെല്ലാം വന്ന് കുറച്ച് കേട്ട്, എല്ലാം കേട്ടില്ല, കുറച്ച് കേട്ടിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചു അവരെന്തോ തിരക്കായിട്ട് അങ്ങ് പോയി ആയിരിക്കുമല്ലോ എന്ന്. ഞങ്ങളിവിടെ പ്രോഗ്രാമൊക്കെ കൊടുത്തു, അവരുടെ കയ്യിൽ നിന്ന് പ്രൂഫുകളൊക്കെ വാങ്ങിച്ചു, അവർ ഓക്കെ പറഞ്ഞു. അഡ്വാൻസ് ടോക്കൺ തരുന്ന ഒരു സമയത്ത് ഇവർ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറയാല്ലേ, എടേ പിന്നെ ഇയാൾ പൈസയൊന്നും കൊടുക്കല്ലേ. അന്നേരം പറഞ്ഞ് ഇല്ല ഞാൻ പൈസ കൊടുക്കുന്നില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ ചേച്ചി. എന്ത് പറ്റി? അത് ഞാനൊരു കൂട്ടരെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ടൊന്ന് വന്നോട്ടെ, വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ ഇനി പ്രോഗ്രാം കേൾക്കാൻ ആരെങ്കിലും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്ന ഒരു ഇതല്ല, എല്ലാ വീടുകൾ തോറും നമ്മൾ കയറി ഇറങ്ങാറില്ല. ജീവിതത്തിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവർ, കടബാധിതയായിട്ട് നിൽക്കുന്നവർ, പഠിച്ചിറങ്ങി നിൽക്കുന്നവർ, ഒരു തൊഴിലവസരം ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് കൺസെപ്റ്റ് ചേരത്തുള്ളൂ, അങ്ങനെയുള്ളവർക്കേ നമ്മൾ ഈ പ്രോഗ്രാമും കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും കേൾക്കാനല്ല വരുന്നത്, അവർ വരട്ടെ. ഞാൻ ചോദിച്ചാൽ ആരാ? അത് ഏരൂർ, അതായത് അഞ്ചലിനപ്പുറമുള്ള ഏരൂർ സ്റ്റേഷനിൽ അവർ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. എന്താ സംഭവം? മണി ചെയിൻ. ഞാൻ മണി ചെയിനും കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് സാറേ, 3-4 പെൺപിള്ളേർ വന്നിട്ടുണ്ട്, മണി ചെയിനുമായിട്ടാണ് വന്നിരിക്കുന്നത്, എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കക്കാരല്ലേ, പേടിക്കത്തില്ലേ പോലീസ് എന്ന് കേട്ടാലേ എനിക്ക് പേടിയായിരുന്നു. അപ്പോഴാണ് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വരുമല്ലേ, പേടിച്ച് വിറച്ച് പെട്ടെന്ന് ഞാൻ എന്താ ചെയ്തേ, എൻ്റെ ആങ്ങളെ വിളിച്ചു. ആങ്ങളെ പറഞ്ഞു മക്കളെ ഞാൻ ഒന്ന് വിളിച്ച് തിരക്കട്ടെ എന്ന് പറഞ്ഞു. അണ്ണൻ നേരെ സ്റ്റേഷനിൽ വിളിച്ചപ്പം പറഞ്ഞു ശരിയാണ്, ഇവിടെ നിന്ന് 2 പോലീസ് പുറപ്പെട്ടിട്ടുണ്ട്, 2 വനിതാ കോൺസ്റ്റബിളും ഉണ്ട്. എന്തിനാ, വനിതകളല്ലേ, അപ്പോൾ നമ്മളെ കൂട്ടി പിടിച്ചുകൊണ്ട് പോകണ്ടേ, ആ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ ആ ഒരു വണ്ടിയിലുണ്ടായിരുന്ന ഒരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് അവർ വിളിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനൊരു മണി ചെയിനാണെന്ന് തോന്നുന്നു ചേട്ടാ, ഞങ്ങൾ അവിടെ വരെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അല്ല മണി ചെയിൻ അല്ല, എൻ്റെ പെങ്ങളൊക്കെയാണ്, അവർ നല്ലൊരു കൺസെപ്റ്റാണ് ചെയ്യുന്നത്, എനിക്കും അറിയാവുന്നതാണ്, അത് നിയമസാധ്യതയുള്ളതാണ് എന്നൊക്കെ അവർ പറഞ്ഞു. ശരി, എന്തായാലും ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ പോയാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവർ വന്നപ്പോഴത്തേക്കിന് എൻ്റെ നാത്തൂനെന്ന് പറഞ്ഞാൽ നല്ല തടിയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ BP ഒക്കെ അങ്ങ് ലോയായി വിറച്ച് അവളെ കൊണ്ട് പിന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല. അവരുടെ സിറ്റ് ഔട്ട് ഇരിക്കുമോ അവൾ. ഞാൻ വിചാരിച്ചു അവളെയും കൊണ്ട് ആശുപത്രി പോകേണ്ടി വരുമെന്ന് വെച്ചാൽ പേടിച്ചു പോയി. അവർ തുടക്കക്കാരാണ്. എൻ്റെ കയ്യിൽ മാത്രമേ ആകെ ഐഡൻറ്റിറ്റി കാർഡ് ഉള്ളൂ, അവരുടെ കയ്യിൽ ID പോലും കാർഡ് പോലും ഇല്ല. അപ്പോഴിവിടെ പലരും ID കാർഡ് ഇട്ട് പോകുമ്പോൾ ഞാൻ അഭിമാനിക്കാറുണ്ട്. പലരെയും ഈ മീറ്റിങ്ങിൽ ID കാർഡ് ഇട്ട് ഞാൻ കാണുമ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, അല്ലെങ്കിൽ ഒരുപാട് ആ നിമിഷത്തിന് ഞാൻ അറിയാറുണ്ട്. അപ്പോൾ ഞാൻ ആ ID കാർഡ് ഒക്കെ ഇട്ടേക്കുന്ന എന്നെ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പോലീസ് വന്നപ്പോഴത്തേക്കിന് ധൈര്യം സംഭരിച്ചല്ലേ പറ്റുള്ളൂ. എനിക്കറിയില്ലല്ലോ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. നമ്മൾ പറഞ്ഞാൽ ഇവർ വിശ്വസിക്കുമെന്നറിയില്ല. പോലീസ് ജീപ്പിൽ കയറി അവിടം വരെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ധൈര്യം ഇല്ല, പിന്നെ ഞാനില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യം കിട്ടിയൊരു ബുദ്ധി എന്താണെന്നറിയോ, നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ വന്ന ന്യൂസ് ഉണ്ടല്ലോ, യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മുടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള P. തിലോത്തമൻ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തതിൻ്റെ വീഡിയോ. ഇതായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തത്.
ജസ്റ്റ് ആ ന്യൂസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പോലീസുകാർ വന്നപ്പം സാറേ ആരാ ഇവിടെ മണീഷേനുമായിട്ട് വന്ന, കയറ് കയറ് വണ്ടിയിൽ കയറുക എന്നൊക്കെ പറഞ്ഞൊരു ബഹളമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പേര് രാജിത എന്നാണ്, ഇന്ന സ്ഥലത്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ID കാർഡ് നോക്കിയപ്പോൾ ID കാർഡൊക്കെ ഉണ്ടല്ലോ ഇതിന് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ, നമ്മുടെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിൻ്റെയാണ്, ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ വലിയ ഗ്രൂപ്പിൻ്റെയാണ് സാറേ, അവരുടെ പല ബിസിനസ്സുകളിൽ ഒരു ബിസിനസ്സാണ് സാറേ ഇത് എന്നുള്ള രീതിയിലൊക്കെ പറയാനുള്ള ധൈര്യം എവിടുന്ന് വന്നൊന്നും എനിക്കറിയത്തില്ല. തൊണ്ട ഇടറിയിട്ട് പാടില്ല, അപ്പോഴും കരയിഞ്ഞ് ആ ഒരു ഇത് കേട്ടപ്പോൾ അത് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞ എന്താണെന്നറിയാമോ, വേറെ എന്തുണ്ട് തെളിവ്? ഞാൻ പറഞ്ഞു സാറേ ഈ ന്യൂസ് ഒന്ന് കാണുമോ, ഇതേ ഉള്ള എൻ്റെ ഒരു തെളിവ് എന്ന് പറഞ്ഞപ്പം ആ ന്യൂസ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ അടിച്ചേട്ടോ, എൻ്റെ ഫോണിൽ ജസ്റ്റ് കാണാനല്ല അദ്ദേഹം തയ്യാറ്, അവർ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ. അപ്പോഴവരുടെ ഫോണിൽ അവരടിച്ചപ്പം കൃത്യമായിട്ട് ഇതിൻ്റെ ലീഗൽ കാര്യങ്ങളെല്ലാം നോക്കി അതിന് ശേഷമാണ് അവർ അത് വിശ്വസിച്ചത്. അപ്പോഴും പറഞ്ഞു ഇത് ലീഗലാണല്ലോ, ലീഗലായിട്ടുള്ള കമ്പനിയല്ല, ബോച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ പോലും അത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ്. അതെന്താണെന്നറിയാമോ, മണീഷേനൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ഇങ്ങനെ അറിയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റേഷൻ ഏതാണോ അവിടെ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും നിങ്ങൾ സ്റ്റേഷൻ വരെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടോട്ട് ഇറക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ജീപ്പിൽ കയറാനുള്ള ധൈര്യമില്ല, ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ആ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളാണോ കംപ്ലയിൻറ്റ് ചെയ്തത്, നിങ്ങൾ എന്തിനാ അറിയാണ്ട് കംപ്ലയിൻറ്റ് ചെയ്തത്? അപ്പോഴും ആ വീട്ടുകാരെയും വഴക്ക് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വിശ്വസിച്ച് വന്ന പെൺകുട്ടികൾ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരല്ല, അറിയാത്ത ആൾക്കാരെന്നെങ്കിൽ ശരി, അറിയുന്ന ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ആങ്ങളുടെ വൈഫ്, അതായത് നാത്തൂൻ്റെ ആങ്ങളുടെ വൈഫ് പിന്നെ അതിൻ്റെ സഹോദരിയൊക്കെയല്ലേ വന്നിരിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ നിങ്ങളതിന് കൂടെ നിന്ന്? അന്നേരം പറഞ്ഞു അയ്യോ സാറേ ഞാൻ അറിഞ്ഞില്ല, ഈ ചേച്ചിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. വിളിച്ച ചേച്ചിയെ വിളിച്ച് പറഞ്ഞു ഇത് നിയമസാധ്യമുള്ളൊരു കമ്പനിയാണ് ചേച്ചി, നമ്മൾ ശരിയാണ്, മണീഷേനെന്ന് പറഞ്ഞാൽ പൈസ ഇട്ട് പൈസ ഇരട്ടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്താണ് നമ്മളതിന് എതിർക്കേണ്ട കാര്യമുള്ളൂ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ ഇവരുടെ അഡ്രസ്സ് പ്രൂഫുകളൊക്കെ ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഭയങ്കരമായിരുന്നു കേട്ടോ. ഏത് വ്യക്തിയുടെ മുന്നിൽ ചെന്നിരുന്ന് പറയാൻ പറ്റും, പറയുന്ന മേഖലയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കോൺഫിഡൻസ് ആ സമയം തൊട്ട് വന്നു തുടങ്ങി. ഒരാളുടെ അടുത്ത് മുന്നിൽ പോയിരുന്ന് പറയാൻ പേടിയില്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അന്ന് കിട്ടിയത്. വണ്ടിയിൽ കയറാൻ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് കുടയുണ്ട്, ഞങ്ങൾ വെയിലാണ്, അന്ന് നല്ല വെയിലാണ്, കുടയുണ്ട് സാറേ, ഞങ്ങൾ ഇനി 2-3 പേരെയും കൂടെ കാണാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞ് ശരി ഓക്കെ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങളും പോയി. അന്ന് ആ പോലീസ് അങ്ങോട്ട് പോയ ഉടനെ ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് അത്രയും നേരം സങ്കടം പിടിച്ചു നിൽക്കുമോ, ഉള്ള ഒരു ധൈര്യം പിടിച്ചു നിൽക്കുമോ, പൊട്ടിക്കരഞ്ഞു പോയി. ആ ഒരു ആദ്യത്തെ ഒരു അനുഭവം പിന്നീട് കുറേ സ്ട്രോങ് ആക്കി എന്നുള്ളതാണ്. നമ്മൾ പറയാറില്ലേ ഒരു പാറ അല്ലേ, ഒരു പാറയാണ്, പല പാറ എടുത്തിട്ടാണ് ഒരു ശില്പമാവുന്നത് അല്ലേ. ഒരു ശില്പമാവാൻ വേണ്ടിയിട്ട് കുറേ പാറയിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും, അതെല്ലാം ശില്പമായി കിട്ടുമോ? കിട്ടത്തില്ല. പലതും എന്ത് ചെയ്യും, പൊട്ടിത്തെറിച്ചൊക്കെ പോവും. പക്ഷേ ആ ശില്പമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാറ, ചില പാറകൾ എന്ത് ചെയ്യും, നന്നായിട്ട് വേദനിക്കുന്നുണ്ടാവും. അവർക്ക് വേദനിച്ചിട്ടല്ലേ ഒരു ശില്പമാവുന്നത്. നന്നായിട്ട് വേദന സഹിച്ച് കടിച്ച് പിടിച്ച് ഒരു പാറ നിന്ന് ആ പാറയ്ക്ക് കൃത്യമായിട്ടൊരു ശില്പമാവാൻ സാധിച്ചാൽ ആ ശില്പം എല്ലാവർക്കും തൊഴുവാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പോയി സെൽഫി എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ ലോകവും അറിയാൻ പറ്റുന്ന ഒരു ശില്പമായിട്ട് മാറാറില്ലേ? അവിടെയാണ് നമ്മളും ചിന്തിക്കേണ്ടുന്നത്, ഇത് നമ്മളൊരു ശില്പമാവാനാണ്, നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട്, നാളെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഒരു മാതൃകയാവാനാണ്, നല്ലൊരു ലീഡർ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടുന്ന നെഗറ്റീവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയുമോ, ഓരോന്നും വാങ്ങുക, ഏറ്റുവാങ്ങുക. ഓരോ നെഗറ്റീവ് ഏറ്റുവാങ്ങുക. ഒരു പോസിറ്റീവിനേക്ക് ഉള്ള യാത്രയാണ്. നെഗറ്റീവ് വന്നോട്ടെ കുഴപ്പമില്ല, അതിനെ എങ്ങനെ പോസിറ്റീവാക്കാം, അതിനെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം, ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതിയിൽ വരേണ്ടത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഡെവലപ്പ് ആവുക എന്നുള്ളത്. നമ്മൾ ലീഡേഴ്സ് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ ആദ്യം തുടക്കക്കാരെന്ത് ചെയ്യും, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പെരുമാറുന്നത്. പക്ഷേ അവിടെ നിന്ന് നിങ്ങളൊന്ന് മാറി ചിന്തിച്ചേ, നിങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റേ എടുത്ത് കളയുക. ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു, നിങ്ങൾ ചെയ്ത മേഖല എന്താണ്, ഇതൊന്നും അല്ല നമുക്കിവിടെ വേണ്ടുന്നത്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. കൃത്യമായിട്ട് നമ്മുടെ ലീഡേഴ്സ് എന്ത് മനോഹരമായിട്ടാണ് ഓരോ ദിവസത്തെ മോർണിംഗ് മീറ്റിങ്ങിനൊക്കെ ചില ലീഡേഴ്സ് ഇരുന്ന് പറയുന്ന കേൾക്കുമ്പോൾ കൗതുകത്തോടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരു കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് പറഞ്ഞു നൽകുന്നത്. ആ ഒരു പറഞ്ഞു നൽകുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ എടുക്കണം, നമ്മുടെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുമല്ല, നമ്മുടെ മൈൻഡിലേക്ക് എടുത്ത് അത് ഹൃദയത്തിലേക്ക് എടുക്കണം, എടുത്തിട്ട് അതിനെ മനസ്സിലാക്കണം, പഠിക്കണം. നമ്മുടെ ലീഡർമാർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെറിയ കാര്യമായിട്ട് കണ്ട് അവരുടെ ഓരോ ചെറിയ ആളുടെ അറിവ് പോലും വലിയ അറിവാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴും ആ ഒരു അറിവിനെ എന്ത് ചെയ്യണം,
ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ കണ്ണടച്ചങ്ങ് ലിസ്റ്റ് എഴുതിയേക്കുക, ഒരു മുൻവിധിയും വേണ്ട, ലിസ്റ്റ് എഴുതുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യണം, ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് അല്ലേ. ലിസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരുടെ ലിസ്റ്റുകൾ എഴുതുക. എഴുതിയതിന് ശേഷം അതിനെ ആരെയും വിളിച്ച് ചോദിക്കരുത്, പറയരുത്, ഒന്നും ചെയ്യരുത്. ലീഡറിനെ വിളിക്കുക, സാറേ ഞാൻ ഇത്ര പേരുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, മാഡം ഞാൻ ഇത്ര പേരുടെ ലിസ്റ്റ്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചോദിക്കുക. നമ്മൾ ചോദിച്ച് മേടിക്കുക. അവർ തരും, അവർ പറയും, അവർ മനസ്സിലാക്കും. നമ്മൾ ചോദിക്കുക. നമ്മുടെ കാര്യമാണ്, നമുക്ക് വിജയിക്കണം. നമ്മൾ വന്നിരിക്കുന്ന കൺസെപ്റ്റിൽ ചെറിയ രീതിയിൽ കണ്ടുപോകാനല്ല നമ്മൾ വന്നതല്ലേ. കണ്ടുപോകാനാണെങ്കിൽ ആരെങ്കിലും ഇതിനകത്തുനിന്ന് 10, 25 അല്ലെങ്കിൽ 30,000 രൂപയൊക്കെ മുടക്കി വരുമോ? വരത്തില്ല. നമ്മൾ 100 SB എടുത്ത് വരുന്നവരല്ലേ. 100 SB എടുക്കുന്ന എന്തിനാ? എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാ പ്രോഫിറ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 100 SB എടുത്ത് വരുന്നവരാ. ആ വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ അധികം പൈസ കിടന്നിട്ടാണോ നമ്മൾ അധികം കിടക്കുന്നതല്ല, അത് ഇനി പിൻവലിച്ച് ഇതിലോട്ട് ഇട്ടേക്കാം എന്ന് ചിന്തിച്ച് വന്നവരാണോ? അല്ല. ഒരു മൈക്രോ ഫിനാൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ പണയം വെച്ചിട്ട് പലിശയ്ക്ക് എടുത്തിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് പല രീതിയിലാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അല്ലേ. ലീഡേഴ്സിൻ്റെ വാക്ക് കേട്ട് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് വിജയിക്കണം, എൻ്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് നേടണം, ഇങ്ങനെ മുന്നോട്ട് പോകണം, ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റിലൂടെ ഒരുപാട് ചിന്തകളിലൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 നെഗറ്റീവ് കിട്ടിയാൽ അതുവരെ നമ്മളെ ചിന്തിച്ച ചിന്താഗതിയൊക്കെ എവിടെ പോയെന്നറിയത്തില്ല. കട്ട നെഗറ്റീവ് അടിച്ച് വീട്ടിൽ കയറിയിരിക്കും. എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ പറഞ്ഞു അവരാരും വരുന്നില്ല, എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല, താല്പര്യമില്ല, നിങ്ങൾ വിട്ടേരെ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പലരും നമ്മുടെ കൂടെ വന്നവർ പൊഴിഞ്ഞും പോയിട്ടുണ്ട് അല്ലേ. എല്ലാവരും ഉണ്ടാവില്ല. ഫിജിക്കാരൻ്റെ NSTM വരെ നമ്മളെ അടിപ്പിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ശില്പം അതുപോലെ നിൽക്കാൻ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആ ഒരു വിജയിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓരോ സെഷനും നമ്മുടെ ലീഡേഴ്സ് പറയുന്നത് കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ സഞ്ചരിക്കുമ്പോൾ ആദ്യം ഒന്നും നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. ലീഡേഴ്സുമായിട്ട് പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. പല ലീഡേഴ്സോടെ മോർണിംഗ് മീറ്റിങ്ങിൽ പറയാറുണ്ട്. ഈ മോർണിംഗ് മീറ്റിംഗ് തന്നെ വളരെ നമുക്ക് കിട്ടുന്ന ഒരുപാട് അറിവാട്ടോ. ആ മോർണിംഗ് മീറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഓരോ ലീഡർമാരും പറയുന്ന അറിവുകൾ നിങ്ങൾ എങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നതെന്ന് എനിക്ക്